ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഔദ്യോഗിക ചരിത്രത്തിൽ പലപ്പോഴും പിന്നണിയിലാക്കി വെച്ച ഒരു അധ്യായത്തെ ചെറുതായി കാണാനാവില്ല എന്ന കാര്യം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് ആസാദ് ഹിന്ദ് ദിനം. നേതാജി സുഭാഷ് ചന്ദ്രബോസും ആസാദ് ഹിന്ദ് സേനയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ സൈനികമായി ഭീതിയിലാഴ്ത്തി സ്വാതന്ത്ര്യത്തിന്റെ പടവുകൾ വേഗത്തിലാക്കിയത് ചരിത്ര സത്യമാണ്. എന്നാൽ ഈ യാഥാർത്ഥ്യം പൊതുജനബോധത്തിൽ നിന്ന് മുക്കിക്കെട്ടപ്പെട്ടത് എന്തുകൊണ്ട്? 1942 ക്വിറ്റ് ഇന്ത്യ പ്രഖ്യാപനത്തിന് ശേഷം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത സമരപ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ഭരണകൂടം ശക്തമായി അടിച്ചമർത്തി. കോൺഗ്രസ് നേതാക്കൾ തടങ്കലിൽ. ജനസമരത്തിന്റെ തരംഗം കുറയുകയും ഇന്ത്യ ഒരു രാഷ്ട്രീയ നിശബ്ദതയുടെ ഘട്ടത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. അപ്പോൾ ഒരു വലിയ ചോദ്യം: 1942 അവസാനം സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായ സാമൃദ്ധ്യവും രാഷ്ട്രീയ ഉന്മേഷവും ഇല്ലാതായപ്പോൾ 47 എന്താണ് മാറിയത്? ബ്രിട്ടൻ പെട്ടെന്ന് മനസമാധാനം പ്രഖ്യാപിച്ചു, സ്വാതന്ത്ര്യം സമ്മാനിച്ചു എന്ന ലജ്ജാശൂന്യവും ലളിതവുമായ വ്യാഖ്യാനം ഒരു തെറ്റായ ചരിത്ര വായനയാണെന്ന് ഇന്ന് ഗവേഷകർ പറയുന്നു. ബ്രിട്ടനു വേണ്ടി ഇന്ത്യ പ്രധാന സാമ്പത്തിക കേന്ദ്രമല്ലായിരുന്നു, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സൈനിക അധിഷ്ഠാനം കൂടിയായിരുന്നു. ഒരു കഠിന സത്യം: ഇന്ത്യക്കാരെ ഉപയോഗിച്ചു തന്നെ ബ്രിട്ടൻ ഇന്ത്യയെ ഭരിച്ചു. ലോകമഹായുദ്ധങ്ങളിൽ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഭൂരിഭാഗവും ഇന്ത്യൻ സൈനികരായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യം നിലനിന്നിരുന്നത് ഇന്ത്യൻ സോൾജേഴ്സ് ലോയാലിറ്റി എന്ന ഒരൊറ്റ തൂണിലാണ്. നേതാജി ആദ്യം തിരിച്ചറിഞ്ഞത് ഇതാണ്: ഇന്ത്യൻ പട്ടാളക്കാരൻ ബ്രിട്ടന്റെ പക്ഷത്തു നിന്ന് പിന്മാറുന്ന നിമിഷം സാമ്രാജ്യം ഇടിയും. 1943 ബോസ് സിംഗപ്പൂരിൽ ആസാദ് ഹിന്ദ് സർക്കാർ രൂപീകരിച്ചു. ഒന്നാം ലോകമഹായുദ്ധത്തിൽ പോലും വെറും പ്രതിഷേധങ്ങളിൽ ഒതുങ്ങാതെ ആയുധ സമരങ്ങളിലൂടെ ബ്രിട്ടനെ സൈനികമായി നേരിടാൻ അദ്ദേഹം തീരുമാനിച്ചു. ഡൽഹി ചലോ എന്ന മുദ്രാവാക്യം ഒരു സൈനിക മുദ്രാവാക്യവും ഒരു ദേശീയ ഉണർവുമായി മാറി. 1944 ജപ്പാന്റെ പിന്തുണയോടെ INA ബർമ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് നീങ്ങി. മണിപ്പൂർ ഇംഫാൽ സൈനിക മുന്നേറ്റം ഒരു പ്രതീകാത്മക പ്രതീക്ഷയായി. എന്നാൽ ആവശ്യമുള്ള ആയുധ, ഭക്ഷണ, മെഡിക്കൽ സഹായം ലഭിക്കാതിരുന്നതിനാൽ INA തിരിച്ചു പോകേണ്ടി വന്നു. ഒരു മടക്കം ഒരു തന്ത്രപരമായ തോൽവിയാണെങ്കിലും അത് ബ്രിട്ടീഷ് ഇന്റലിജൻസ് കണക്കുകളിൽ വലിയ അലാം സിഗ്നലായി രേഖപ്പെടുത്തി. യുദ്ധ അവസാനത്തോടെ INA കമാൻഡർമാർ പിടിക്കപ്പെട്ടു. ബ്രിട്ടൻ ഇവരെ ഭീഷണിയായി കണ്ട് ജനങ്ങളെ ഭയപ്പെടുത്താൻ തുറന്ന കോടതികളിൽ വിചാരണ തുടങ്ങി. ഇതാണ് ചരിത്രപ്രസിദ്ധമായ INA ട്രയൽ. ഗുർബക്ഷ് ദില്ലൻ, പ്രേം സെഖാർ, ഷാനവാസ് ഖാൻ, 3 മതങ്ങളുടെ പ്രതിനിധികൾ. വിചാരണയുടെ ലക്ഷ്യം ഭീഷണിയായിരുന്നുവെങ്കിലും ഫലമായി ഇന്ത്യയിൽ രാഷ്ട്രീയ ഐക്യം ശക്തിപ്പെട്ടു. വീഥികളിൽ മുദ്രാവാക്യങ്ങൾ: സുഭാഷ് ബോസ് കി ജയ്, ഇനാസേന സിന്ദാബാദ്. ഇത് ബ്രിട്ടീഷുകാർ പ്രതീക്ഷിച്ച പ്രതികരണമല്ല. 1946 ഫെബ്രുവരിയിൽ റോയൽ ഇന്ത്യൻ നേവി മ്യൂട്ടണി പൊട്ടിപ്പുറപ്പെട്ടു. കൽക്കത്ത, ബോംബെ, കറാച്ചി, മദ്രാസ് സൈനിക കപ്പലുകളിൽ ദേശീയ പതാക ഉയർന്നു. നേവിയോടൊപ്പം ആർമിയിലും എയർഫോഴ്സിലും പിന്തുണയുയർന്നു. ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും ഭയം തോന്നിയ കാര്യം: ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് ആർ നോ ലോങ്ങർ ലോയൽ. സൈനിക കലാപം വ്യാപിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഒരു യുദ്ധമായി മാറുമെന്ന ഭയം ബ്രിട്ടീഷ് സർക്കാരിനെ പേടിപ്പിച്ചു. ഈ സമയത്ത് ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫ് ക്ലോഡ് ഓച്ചിൻലേക്ക് ലണ്ടനിലേക്ക് രേഖയച്ചു: If we continue to rule India, we will need to fight the Indian army. ബ്രിട്ടൻ അതിന് ശേഷിയില്ലായിരുന്നു. അതിനാൽ നയതന്ത്രപരമായി പിന്മാറുക എന്ന തീരുമാനമാണ് എടുത്തത്. 1956 ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് അറ്റ്ലി തന്നെയാണ് സമ്മതിച്ചത്. ഇന്ത്യ വിട്ടു പോകാനുള്ള പ്രധാന കാരണം INA എഴുന്നേറ്റു നിൽക്കലും സൈനിക കലാപവുമാണ്. അഹിംസയ്ക്ക് വെരി മിനിമൽ റോൾ മാത്രമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എന്നിരുന്നാലും സ്വാതന്ത്ര്യാനന്തര രാഷ്ട്രീയത്തിൽ INA സംഭാവന പാഠപുസ്തകങ്ങളിൽ നിന്ന് ക്രമേണ മാഞ്ഞുപോയി. അതൊരു വാസ്തവമാണ്. ആസാദ് ഹിന്ദ് ദിനം നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ സൈനിക അധ്യായം ഓർക്കുന്ന ദിനമാണ്. സ്വാതന്ത്ര്യം ഒരു ദാനമല്ല, അത് വീരന്മാരുടെ ത്യാഗത്തിന്റെ വിലയാണ്. നേതാജി പറഞ്ഞ വാക്കുകൾ കൊണ്ട് ഇതിനെ സമാപിപ്പിക്കാം: വ്യക്തി മരിക്കും, പക്ഷേ ആശയം മരിക്കില്ല. ആ ആശയമാണ് ഇന്നും ഇന്ത്യയുടെ ബാക്ക്ബോൺ. ന്യൂസ് ഡെസ്ക് IBN മലയാളം.